ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. നെയ്ച്ചോറിനും ബിരിയാണിക്കും എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു 3 കിലോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം. ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ, കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഇളക്കി വയ്ക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കത് ഒത്തിരി ഫ്രൈ ആയെടുക്കേണ്ട, ഒരു 20-25% വരെ ഫ്രൈ ചെയ്യാൻ മതി. ബാക്കി നമുക്ക് ഒരു കറി വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആകണ്ട. ഇത്രയൊന്ന് ഫ്രൈ ആയി കിട്ടിയപ്പോൾ നമുക്കിനി ഒന്ന് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങനെ നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മളൊരു 4 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഉപ്പ് ചേർത്താണ്, അത് കാരണം ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കാം. സവാളയൊന്ന് വേകട്ടെ. നമ്മുടെ സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് 3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കതും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേകുന്നത് വരെ ഒന്ന് അടച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5-3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കാം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല എങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി തിക്ക് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം ഇത്രയും വെള്ളമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഞങ്ങളുടെ ചിക്കനെ വേവിച്ചെടുക്കാം. നമ്മുടെ കറി എങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് ഒരു ശകലം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബിരിയാണിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.